ഗുഡ് ഈവനിങ്. ഞാനപ്പോൾ എൻ്റെ ഡ്രസ്സൊന്ന് റൂഫ് ടോപ്പിൽ വാഷ് ചെയ്തിടാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സംഭവം കണ്ടു, നല്ല ഭംഗി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, എന്ത് ഭംഗിയാണല്ലേ. അങ്ങനെ ആകാശം നോക്കി 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 നിന്നപ്പോൾ വേറൊരു സാധനം കണ്ടു. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇറ്റ്സ് ലൈക്ക് എ വാട്ടർ ടാങ്ക് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അത് ഹോസ്റ്റലാണെന്ന് തോന്നുന്നു. കണ്ടോ, ബക്കറ്റിൻ്റെ ഷേപ്പ്. ഇത് നോക്കിയിരുന്നപ്പോൾ വേറൊരു സാധനം കണ്ടു. ഇത് കണ്ടോ, പ്ലേസിൻ്റെ പേരാ ഗുണ്ടി. നല്ല നല്ല പേര്. ഇങ്ങനെ ഇവിടെ അങ്ങനെ കുറച്ച് വിയേർഡായിട്ടുള്ള, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഇവിടെ ഈസിലി ആക്സസബിളാണ്. സോ നമുക്കങ്ങനെ ഒന്നിനും ഒരുപാട് ദൂരത്തൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. തെങ്ങ് കണ്ടോ, അവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അവിടെ നിന്ന് നെക്സ്റ്റ് സ്റ്റോപ്പ് എയർപോർട്ട്. പിന്നെ ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസാണ്. പിന്നെ ഈ കാണുന്നത് ജിമ്മാണ്. ഇവിടെ ഉള്ളതിൽ വെച്ച് ഒരു ബെറ്റർ ജിം എന്ന് പറയുന്നത് ഇതാണ്. സോ എനിക്ക് പോകണമെങ്കിൽ പോവാം. പിന്നെ ഇവിടെ നിന്ന് അറ്റം വരെ മാർക്കറ്റ്സാണ്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മെഡിക്കൽ ഷോപ്പ്, അങ്ങനെ കുറേ മാർക്കറ്റ്സ് കാര്യങ്ങളൊക്കെ. ഇതുപോലെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മാർക്കറ്റിൻ്റെ അപ്പുറത്ത്, അപ്പോളോ ഫാർമസീൻ്റെ അപ്പുറമായിട്ട് ഒരു മലയാളീസിൻ്റെ റെസ്റ്റോറൻറ്റ് മോഡൽ, നമ്മുടെ അറേബ്യൻ പാലസ് ഒക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു സംഭവമുണ്ട്. സോ എനിക്ക് ഫുഡ് കഴിക്കണം, പുറത്ത് പോയി കഴിക്കണം എന്നുള്ള മൂഡാണെങ്കിൽ ഞാൻ ആകെ അവിടെ മാത്രമേ പോകാറുള്ളൂ. സോ അവിടെ എല്ലാം മലയാളീസാണ്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. സോ എല്ലാം കൊണ്ടും വളരെ നല്ലൊരു സ്ഥലത്താണ് ഞാൻ വന്ന് പെട്ടേക്കുന്നത്. പിന്നെ ഞാൻ ഡിപ്രഷനിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. ഇപ്പോൾ കുറേ പേര് വരും, ഞാൻ ഭയങ്കര അഭിനയമാണ്, ടൈപ്പാണ്, ഞാൻ ഇവിടെ ഭയങ്കര ഹാപ്പിയാണെന്ന് വെച്ചാൽ നമ്മൾ എവിടെ ചെന്നാലും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ എത്ര വിഷമിച്ചിരുന്നിട്ടും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. എന്തായാലും നമ്മളിവിടെ സർവൈവ് ചെയ്യാൻ വന്നതാണ്. സോ അതുകൊണ്ട് എൻ്റെ ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ അപ്കമിങ് കുറേ വെഡ്ഡിങ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അവരതിൻ്റെ പർച്ചേസിങ് കാര്യങ്ങളിലൊക്കെ ആയിട്ട് ബിസിയാണ്. എനിക്ക് അവിടെ ഉണ്ടാവാൻ പറ്റണില്ലല്ലോ എന്നുള്ളൊരു വിഷമാണ്. അതിൻ്റെ ഡിപ്രഷൻ മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. സോ ഞാനിവിടെ ഓരോ ദിവസവും എണ്ണിയാണ് നിൽക്കുന്നത്. ഇനി 330 ദിവസം കൂടി ഞാനിവിടെ നിന്നാൽ മതി. എന്ന് വെച്ചാൽ 365 ഡേയ്സ് അല്ലേ 1 ഇയറിൽ. അതിലൊരു മാസം ഞാൻ എന്തായാലും സർവൈവ് ചെയ്തു ഇവിടെ. ഇനി 1 ഇയർ കഴിഞ്ഞാൽ എനിക്ക് ട്രാൻസ്ഫർ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഞാനിവിടെ ഓരോ ദിവസം സർവൈവ് ചെയ്യുന്നത്. പോത്തീസ്, ശരവണ സ്റ്റോഴ്സ്, അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനും ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ആകെയുള്ള പ്രശ്നം നമ്മുടെ നാടല്ല, ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എല്ലാം റെഡിയാവുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ബൈ.